ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ പോയേച്ചോ. ഇന്ന് യൂണിഫോം ഇടണ്ട, മക്കൾ ഇങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്. ഇന്നത്തെ സ്കൂളിൽ പോകുന്നത്. അതിൻ്റെ കൂടെ അപ്പൂസ് കൂടെ പോകുന്ന നോക്ക്. അപ്പൂസ് കൂടെ സ്കൂളിൽ പോകാൻ ഇറങ്ങുക. നോക്കിയേ, അതാ ക്ലാസ്സിലെ കൈ കിട്ടി ഇങ്ങോട്ടാക്കിയാരെ കുഞ്ഞിന്. ഇങ്ങ് വാ അപ്പൂ, ഇങ്ങ് വാ. ഇത്താത്ത സ്കൂളിൽ പോട്ടെ. അത് വണ്ടി വരുന്നു, പിടിക്കേ. ഈ പിത വിട്ടേക്കുന്നുണ്ടോ കുഞ്ഞിനെ വണ്ടി വരുമ്പോൾ? നിങ്ങൾ പൊക്കോ, ഞാൻ കുഞ്ഞിനെ പിടിച്ചോളാം. നിങ്ങൾ സൈഡിൽ കൂടെ പൊക്കോ. സ്കൂൾ ബസ് പോകുന്നുണ്ട്. പൊക്കോ, പൊയ്ക്കോ. അങ്ങനെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. അവിടെ പോയത് ആ ബൈക്ക് വെച്ചിടത്ത് വേണം പോയി നിന്നിട്ട് ബസ്സിന് കയറാൻ വേണ്ടി. പോയിക്കോ, സൈഡിൽ കൂടെ പോണേ. അങ്ങനെ മക്കൾ സ്കൂളിൽ പോയി. അപ്പൂസുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി വന്ന് നിൽക്കുക. ബാ, നീ അമ്മക്ക് അപ്പൂസിനെ കൂട്ടി വീട്ടിലേക്ക് പോകും. കയറിപ്പോ. അപ്പൂസ് സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗ് എടുക്ക്. സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പൂസ് കിടന്ന് കരയുന്നുണ്ട്. നിലത്ത് കിടന്നിട്ട് ബാഗിട അപ്പൂസിന്. ബാഗും പുസ്തകം എടുത്തോണ്ടോ അപ്പൂസേ. ബാഗും പുസ്തകം എടുത്തോണ്ടോ. പോയി ബാഗ് എടുത്തോണ്ടോ. സ്കൂളിൽ പോകാൻ ബാഗ് എടുത്തോണ്ടോ. അപ്പൂ, സ്കൂളിൽ പോകാൻ ബാഗ് എടുത്തോണ്ടോ. എണീക്ക്. അതെ, അവിടെ ഇരിപ്പുണ്ട് ബാഗ്. വീട്ടിലെടുത്തോണ്ട് വാ. വേഗം പോയി എടുത്തോണ്ട് വാ. പോകാമല്ലേ നമുക്ക്? ഇത്താത്തയുടെ ബാഗല്ല, മോന് ബാഗ് അവിടെ ഇരിപ്പുണ്ട്. പോയി എടുത്തോണ്ട് വാ. കുഞ്ഞിൻ്റെ ബാഗ് എടുത്തോണ്ട് വാ. അതിന് സ്കൂളിൽ പോകാൻ ബാഗ് വേണം. അവരുടെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം നോക്കിയതപ്പോൾ കുരുത്തക്കേട് കാണിച്ചിരിക്കുക ഇവിടെ. ഇവന് സ്കൂളിൽ പോകണം. ഇവനെ ഇനി ഈ വർഷം അംഗൻവാടി കൊണ്ടുവിടണം. 3 വയസ്സാകുന്നു. എണീക്ക് മോനെ. ആക്കിയേ. എണീക്ക്, നമുക്ക് പോകാമല്ലോ വീട്ടിലോട്ട്. ഗായ്സ്, നല്ല അടിപൊളി വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുക. കുമ്പളത്തപ്പം എന്ന് നമ്മൾ പറയും. നല്ല ബെല്ലമൊക്കെ കൂട്ടി, ജീരകമൊക്കെ കൂട്ടി, ഏലക്ക, തേങ്ങ എല്ലാം കൂട്ടി ഇത് അരച്ചെടുത്തിട്ട് അടിപൊളി ചക്കയപ്പം ചുടാമെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? നല്ല മധുരമാണ് തിന്നാൻ വേണ്ടി. സൂപ്പറാണ്. അതിൻ്റെ കൂടെ പച്ചച്ചക്കയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താ ചെയ്യാന്നറിയാം. ഇത് വറുക്കണം. കുറച്ച് വറുക്കുക, കുറച്ച് ചക്കക്കറി ആക്കുക. എങ്ങനെ ഉദ്ദേശിക്കുന്നു? ഈ മഴക്കാലമല്ലേ, 2 ദിവസമായി ചെറുതായിട്ട് മഴയുള്ളൂ. എങ്കിൽ പോലും എല്ലാവർക്കും തിന്നണമെന്ന് ആഗ്രഹമില്ലേ ചക്കയാവുമ്പോൾ, അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ആർക്കാ ചക്കയപ്പം വേണ്ട? എല്ലാവരും കമൻ്റ് ഇടുക. ഇന്നലത്തെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. പർച്ചേസ് ചെയ്ത വീഡിയോ അതുകൂടെ ക്ലിപ്പ് ചെയ്യാതെ കാണുക. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്നറിയാം, ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അല്ലേ മാറി. നല്ല മഴയായിരുന്നു 2 ആഴ്ചയായിട്ട്. എല്ലായിടത്തും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉരുൾപൊട്ടലും എല്ലാം ആയിരുന്നല്ലോ, അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, നാളെ എല്ലാവർക്കും സ്കൂള് തുറക്കുമല്ലേ. അന്നേരം സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് മക്കളെ. അതിന് ബാഗും പുസ്തകങ്ങളൊക്കെ വാങ്ങിയതാണ്. നമ്മുടെ ഇവിടുന്ന് തന്നെ ഇപ്പം 3 കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്നവർ. ഫിദ, ഫഹദ്, ഫാസില. ഫഹദ് സന്തോഷത്തിൽ നിൽക്കുക. ബാഗൊക്കെ വാങ്ങിയ കണ്ടിട്ട് നോക്കി. ഏതാ ഫഹദിൻ്റെ ബാഗ്? നല്ല സൂപ്പർ ബാഗാണ് കേട്ടോ. തുറക്കണ്ട. നല്ല 3-4 കള്ളിയൊക്കെ ഉണ്ട് കണ്ടോ. അടിപൊളി ബാഗാണ്. ഇപ്പോൾ ഒരു ബാഗിന് 1000-ത്തിലധികമാണ് പൈസ. ഭയങ്കര പൈസയാണ് ബാഗും സാധനത്തിനൊക്കെ. ഇതാണ് ഫഹദിൻ്റെ ബാഗ്. നല്ല ബാഗാണ്. അതുപോലെ തന്നെ ഫാസിലയുടെ ബാഗാണിത്.
എല്ലാവർക്കും വെറൈറ്റി ആയിട്ടാണ്. വെറൈറ്റികൾ ഭയങ്കര പൈസയാണ് ബാഗിനല്ല. എന്ത് സാധനത്തിന് ഇപ്പം ഭയങ്കര പൈസയാണ്. ഉണ്ടോ സാധനം? ഇവിടുന്ന് 3 കുട്ടികൾ കൊണ്ട് ഈ 3 കുട്ടികൾക്കും വേണ്ടുന്ന സാധനങ്ങളൊക്കെ. ഇത് ഫിദാടെ ബാഗ്. ഫിദാടെ ബാഗ് ഒരു വെറൈറ്റി ബാഗാണ്. ഒരു 3-4 കള്ളിയൊക്കെ ഉണ്ട്. ഉണ്ടോ? അല്ല, അതിൻ്റെ അടിയിലൊരു സംഭവമുണ്ട് ഫിദാടെ ബാഗിൻ്റെ. ഫിദാടെ ബാഗിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. റെയിൻകോട്ട് കണ്ടോ? റെയിൻകോട്ടൊക്കെ ഉണ്ട് ഫിദാടെ ബാഗിന്. അത് മഴയത്താകുമ്പോഴൊക്കെ നമുക്ക് അത് ഇട്ടിട്ട് പുറത്തിട്ടുകൊണ്ട് പോകാൻ പറ്റും. ഒരു 3-4 ഉറയുണ്ട്. ഫിദാടെ ബാഗ് അടിപൊളി തന്നെ. അതിനുണ്ട് 1000-ലധികം രൂപ. 1200 250 എങ്ങാണ്ടുണ്ട് അതിന്. എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ മെയിൻ സ്ലിപ്പ് പിള്ളേർക്ക് വാങ്ങി. അതുപോലെ തന്നെ ബുക്കാണെങ്കിൽ അതിനും ഫാസിലായിക്കും ഫിദാക്കൂടെയുള്ള ബുക്കും പുസ്തകം കിട്ടുക. നോക്കി, പുസ്തകം സ്കൂളിൽ നിന്ന് തരും എങ്കിലും ബുക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഒരുപാട് 12 എണ്ണം. ഫഹദിനും ഫാസിലാക്കൂടെ 12 ബുക്കുകൾ തന്നെയാണിത്. ഫിദായ്ക്ക് കുറച്ച് ബുക്ക് ഇനിയും വാങ്ങാനുണ്ടത്രേ. പുസ്തകം 3 എണ്ണം കിട്ടിയുള്ളൂ. ഫിദാക്ക് ബാക്കി ഇവിടെ വാങ്ങാനുണ്ടത്രേ. ഉണ്ടോ? കാണുമ്പം തന്നെ ഒരു കെട്ട് പുസ്തകവും ബുക്കും. A4 ഷീറ്റ് വാങ്ങുമ്പോൾ എല്ലാം വാങ്ങി വെച്ചാലല്ലേ മക്കൾക്ക് പഠിക്കാൻ അത്യാവശ്യത്തിന് എടുക്കാൻ പറ്റുള്ളൂ. A4 ഷീറ്റ് വാങ്ങി, സ്ലേറ്റ് വാങ്ങി, പിന്നെ കോട. അതിലും 500 രൂപ 800 രൂപയൊക്കെ ആ കോടയ്ക്ക് വില വരുന്നത്. നല്ല കുടയാണെന്നതാ. നല്ല സൂപ്പർ കുടയാണ്. ഫാസിലാടെ കണ്ടോ? നീല കളറ്. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഇത് ഫിദാടെ കുടയാണ്. ഇത് ഫഹദിൻ്റെ കുട. ഫഹദിൻ്റെ ഒരു കളറായിട്ടുള്ള കുടയാണ്. ഒരു കളറായിട്ട് നല്ല പൈസയാണ് സാധനത്തിനല്ല. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ബാഗ്. ഇത് വാട്ടർ ബോട്ടില് നമ്മുടെ ബാഗിന്റെ കളറായിട്ടാണ് വാങ്ങിയത്. പച്ച. എനിക്ക് പച്ച കളർ അടിക്കാൻ തോന്നില്ല മക്കൾക്ക് കേട്ടോ. കൂടിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കുന്ന പോലെ ഇപ്പം കൊണ്ടുവന്നോട് വെച്ചേക്കുന്ന കണ്ടോ? അത് എടുക്കാൻ തോന്നുന്നില്ല. ഇത് ഫഹദിന് പിങ്ക്, ഫാസിലാക്ക് നീല കളർ എപ്പോഴും ഫഹദിന് കിട്ടും. ഫാസിലാക്ക് പിന്നെ പിങ്ക് കളറും കിട്ടും എപ്പോൾ. നോക്കിയേ, ഇത് ബാഗിനനുസരിച്ചാണ് കണ്ടോ? ഈ ബാഗിനനുസരിച്ച് ഇത്. അത് ഫഹദിന്. ഇത് ഫിദായ്ക്ക്. കണ്ടോ? അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഫിദ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണം. ഇനി നാളെ തൊട്ട് രാവിലെ പോകണ്ടേ സ്കൂളിലെല്ലാം? പ്രവേശനോത്സവം അല്ലേ എല്ലാവർക്കും. 2 പേർക്ക് കോമ്പസ് ബോക്സ് 2 ബോക്സ് വാങ്ങി. അതെ, ഫിദാക്ക് എപ്പം വെറൈറ്റി ആണെന്ന് കണ്ടോ? ഫിദാടെ കാർന്നോര് കൊടുത്തു വിട്ട ബോക്സാണ്. അടിപൊളി ബോക്സാണ് കണ്ടോ? ഫിദാക്ക് എപ്പോഴും വെറൈറ്റി ആണ്. ഓള് ഹൈസ്കൂളായില്ലേ. പേന വാങ്ങിയത് പണ്ട് ഗൾഫിലുള്ള സമയത്ത് കുട്ടികളുടെ പാപ്പ എൻ്റെ മോന് ഗൾഫിലുള്ള സമയത്ത് പേനായും പെൻസിലും ഇപ്പം 2 വർഷമായിട്ട് നാട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ FRT കമ്പനി ഈ വണ്ടി ഓടിക്കുന്നു. അതുകൊണ്ട് പെൻസിലും പേനായും എല്ലാം വാങ്ങണം പൈസ കൊടുക്കും. അവിടെ ആണെങ്കിലും നല്ല സാധനം കിട്ടും. എല്ലാം വാങ്ങിയതാണ്. ഒരു കുട്ടി പഠിക്കുമ്പോൾ എത്ര ചിലവുണ്ട്. 3 പേർക്ക് പഠിക്കണ്ടേ. പിന്നെ അടുത്തത് ചെറിയ അപ്പൂസുണ്ട്. അപ്പൂസ് വഴക്കിടും. ഇവർക്ക് കാണുമ്പോൾ കപ്പൂസ് ഭയങ്കര വഴക്കാണ്. ബാഗൊക്കെ തോളത്തിട്ടുകൊണ്ട് പോകണം. എന്നിട്ടൊരു ബാഗ് വാങ്ങി വെച്ചു, കുട വാങ്ങി വെച്ചു അപ്പൂസിന്. ഇപ്പോൾ അവിടെ അനങ്ങാതിരുന്ന് TV കാണുവാന്ന്. ഫാസില ഖുർആൻ ഓതുമായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഫാസില. ഫാസില മദ്രസയിൽ ഖുർആൻ ഓതി വിട്ടിട്ട് വന്ന ഇപ്പോൾ. അങ്ങനെയാണ് മക്കളെ നമ്മുടെ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും പുസ്തകവും കിട്ടും. എല്ലാവർക്കും സന്തോഷം കണ്ടോ? സന്തോഷം. 2 കള്ളി. ഈ ഒരു കള്ളീൻ്റെ ഉള്ളിലുണ്ട് വലിയ 2-3 കള്ളിയുണ്ട്. മക്കളുടെ സന്തോഷങ്ങളൊക്കെ കണ്ടോ? ഇവിടെ ഇങ്ങനെയുള്ള ഓരോന്ന് വെക്കാൻ ഫാസിലാക്ക് 2 നിറച്ച് വെക്കാനുള്ള. നമ്മൾ 5ാം ക്ലാസ്സിലെത്തി. പുതിയ ടീച്ചറെല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾ
നമ്മളെ 4ാം ക്ലാസ്സിലെ ടീച്ചർ പേര് രമ്യ ടീച്ചർ, B ക്ലാസ്സിലത്തെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേര് ഗിരീഷ്മ ടീച്ചർ. അങ്ങനെ ഇവർക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഈ പ്രാവശ്യം. ഒന്ന് ദീപിക ടീച്ചറും ഒന്ന് നീജ ടീച്ചറും. അങ്ങനെ മക്കള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഗായ്സ്. നമ്മളെ ഫ്രണ്ടിനൊക്കെ എല്ലാം വാങ്ങിയോ നിങ്ങളെല്ലാരും? പുസ്തകവും ബുക്കും വെള്ളം കുടിക്കുന്ന സംഭവങ്ങളും ഒക്കെ വാങ്ങിയോ? എന്താ നിങ്ങളുടെ കുട്ടികൾ എത്രാം ക്ലാസ്സിലാന്ന് പറയണേ, കമന്റ് ഇടണേ. ഇഷ്ടമായാല് എല്ലാരും കമന്റ് ഇടുക. കുട്ടികളെ സ്കൂളിൽ പോകുന്ന കൂട്ടുകാരെ എല്ലാം എക്സൈറ്റ് കാണാനല്ലേ. സന്തോഷവതിയായി സന്തോഷത്തോടെ പോവാ സ്കൂൾ. ഓരോ കുട്ടികൾ കണ്ണൂര്, താവക്കര ഉരുളുപൊട്ടി ഒരുപാട് പേര് മരിച്ചു. അതെല്ലാം കൊണ്ടുള്ള സങ്കടത്തിലാണ് നാട്ടുകാർ മൊത്തം. എനിക്കിത് കാണിക്കുമ്പോ ഇത് കളർ, ഇതിന്റെ റബ്ബറിന്റെ കളർ വേറെ തന്നെയായിരുന്നു. പിന്നെ കോമ്പസ് വാങ്ങുമ്പോ എല്ലാം വാങ്ങണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഓരോന്നായിട്ട് കുട്ടികൾക്ക് കോമ്പസ് ബോക്സിന്റെ സാധനം. ഫിദാടെ ഒരു ബോക്സ്, അടിപൊളി ബോക്സ് ആണത്. ഫിദാടെ തുറക്കണ്ടേ, ഇങ്ങനെ നെക്കി പിടിക്കണം, പൊട്ടിക്കണ്ട, അവിടെ വെച്ചു ഫിദാക്ക് കൊടുത്തത്. അങ്ങനെയൊക്കെ ഗായ്സ് ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ എല്ലാവരും സ്കൂളിൽ പോകും. ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സുബൈദ വീക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. നാളെ ലൈവ് ഉണ്ടാവും, ലൈവ് അല്ല റീൽ ഉണ്ടാവും. പിന്നെ കുറച്ച് റീൽ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. മക്കൾക്ക് എന്തൊരു സന്തോഷം. അതുപോലെ തന്നെ ഫിദ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യണേ. ഫിദ ഫിറോസ് പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ മക്കളെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിനകത്ത് എല്ലാം വീഡിയോ ഇടാനും ഒക്കെ മിടുക്കിയായിരിക്കും. ഇത് എനിക്ക് അങ്ങനെ അറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ കഴിവത് ഞാനും ഒന്ന് പരിശ്രമിച്ച് നോക്കുകയാണ്. നമ്മൾ ഇന്ന് പോയി ഒരു അരിപ്പ് വാങ്ങി. എന്ന് വാങ്ങിയെന്ന് വിചാരിച്ചാൽ മക്കൾക്ക് വാട്ടർ ബാഗ് വാങ്ങാൻ പോയപ്പം വാങ്ങിയതാണ്. നല്ലൊരു അരിപ്പയാണ്, ജ്യൂസ് അരിക്കുന്നുണ്ടോ. പിന്നെന്താന്ന് വെച്ചാൽ നേരത്തെ വാങ്ങിയതാണ് നമ്മൾ ഈ കറണ്ടിൻ്റെ അടുത്ത്. ഇപ്പം കറണ്ട് വേഗം പോവാന്നല്ലോ, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് സോളാർ വെച്ചേക്കുന്നതുകൊണ്ട് ഇതിൽ വേഗം വെള്ളം തിളപ്പിച്ചൊടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുണ്ട് വാങ്ങിയിട്ട്. കോഴി പൊരിക്കുന്ന എണ്ണയില്ലാതെ സംഭവം. പിന്നെ ഗ്യാസ്, സോഡ കുടിക്കുന്ന ഗ്യാസ് വിഷയം. ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.